നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അനൗൺസ്മെൻ്റാണ്. നിങ്ങളിൽ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു അനൗൺസ്മെൻറ്റ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റേക്കി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 1.5 വർഷത്തിനും മേലെയായി. എൻ്റെ ജീവിതത്തിൽ എല്ലാ തലത്തിലും ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവും ആത്മീയവുമായി എല്ലാ തലങ്ങളിലും എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് റേക്കിയുടെയും റേക്കിയെ എന്നിലേക്ക് എത്തിച്ച എൻ്റെ മഹാദേവൻ്റെയും ഗുരുപരമ്പരകളുടെയും പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ ഒരു പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും മേലെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഗുരുവിൻ്റെ അടുത്തു നിന്ന് ഞാൻ എല്ലാ അറ്റോൺമെൻറ്റും എല്ലാ ദീക്ഷയും നേരിട്ടാണ് എടുത്തത്. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. സോ അദ്ദേഹം നമ്മൾ അറ്റോൺമെൻറ്റ് തന്നതിന് ശേഷം നമ്മളടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റേക്കി എന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത്. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേക്കി ഒരു ഡിവൈൻ എനർജി ആയതുകൊണ്ട് തന്നെ നമ്മളിൽ സ്വയം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ചുറ്റിലുള്ള വ്യക്തികളിലാണെങ്കിലും നമുക്ക് ചുറ്റിലുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ഏറ്റവും നല്ല മാറ്റങ്ങളെ ഉണ്ടാക്കാൻ റേക്കിയുടെ ചാനലായ ഓരോ വ്യക്തിയും ഉത്തരവാദിയാണ്. അതുതന്നെയാണ് എൻ്റെ ഗുരു അന്ന് എന്നോട് ചോദിച്ചത്. നമുക്ക് ചുറ്റിലുള്ള സാഹചര്യങ്ങളെ എല്ലാവർക്കും നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി ഓരോ റേക്കി ചാനലിനും സാധ്യമാണ്. ആ ഉത്തരവാദിത്വത്തെ ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നുമുണ്ട്. പക്ഷേ അതിലുപരിയായി നമ്മൾ ഓരോ ലെവൽസ് ദീക്ഷ എടുക്കുന്ന സമയത്തും റേക്കിയുടെ ഫസ്റ്റ് ലെവൽ ദീക്ഷ എടുത്ത സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും മറ്റുള്ളവർക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റി സെക്കൻഡ് ലെവൽ എടുത്തപ്പോൾ. അതും കഴിഞ്ഞ് തേർഡ് ലെവൽ എടുത്തപ്പോൾ നാം കണ്ടതും നാം പഠിച്ചതും ഒന്നുമല്ല, അതിലും ആഴത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മീയ തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ റേക്കി എന്ന മഹാശക്തി നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് 4th ലെവൽ അറ്റോൺമെൻറ്റിന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. സാധാരണഗതിയിൽ നമ്മൾ സ്വയം നമ്മളെ ഉയർത്തിക്കൊണ്ട് വരികയും നമ്മുടെ ചുറ്റിലുള്ളവർക്ക് മാറ്റങ്ങൾ വരുത്താൻ ഓരോ റേക്കി ചാനലും കാരണമാവുക എന്നതിലുപരി ഒരു വ്യക്തിയിലേക്കെങ്കിലും റേക്കി എന്ന മഹാശക്തിയെ അവരുമായി കണക്റ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായത് എന്തുകൊണ്ട് ഒരു വ്യക്തി ഏറ്റവും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും നമ്മൾ റേക്കിയുടെ ചാനലാക്കാൻ നമ്മളായിട്ടൊരു കാരണമാവണമെന്ന്. എനിക്കതൊരിക്കലും ഒരു വ്യക്തിയായിരുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വം അത് ഒരാളല്ല. എന്നെ സംബന്ധിച്ചിട്ട് എന്നെ തേടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അവർക്ക് എന്നാൽ കൊണ്ട് കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് കൊടുക്കാൻ കഴിയണം. ഈശ്വരാധീനം കൊണ്ട് മണിരേഖയാണെങ്കിലും രേഖയാണെങ്കിലും ക്ലാസ് കൊടുക്കുമ്പോൾ ഇതുവരെ വളരെ നല്ല അഭിപ്രായം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല ക്ലാസ്സാണെന്നും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നും. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനും കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിലുള്ള അറിവിനെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വെറുതെ ഒരു കോഴ്സ് പഠിച്ച് പോവുക അല്ലെങ്കിൽ വെറുതെ ഒരു മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടോ ഇതിനോടൊരു ഇഷ്ടം തോന്നി അത് ഞാനും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുക എന്നതിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. അതുതന്നെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിക്കുമ്പോൾ
ആഗ്രഹിച്ചതും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് രേഖിയിൽ മാത്രം ഈ ചാനൽ ഒതുങ്ങിപ്പോകുന്നു, ഒരുപാട് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നുള്ളത്. എന്തോ എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. കാരണം എന്നെ ഞാനാക്കിയതും എന്നെ നിങ്ങളറിയുന്ന ഓരോരുത്തരിലേക്കും എൻ്റെ ശബ്ദത്തെ എത്തിച്ചതും രേഖിയാണ്. അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിലൂടെ നിങ്ങൾ കൂടുതൽ അറിയേണ്ടതും രേഖയെ പറ്റി തന്നെയാണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ ഗുരുക്കന്മാരും എൻ്റെ ഈശ്വരനും എന്നെ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്തം ഞാൻ ഈ ഏപ്രിൽ മാസം തൊട്ട് ആരംഭിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ക്ലാസ്സുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് രേഖി എന്ന കോഴ്സ് അല്ലെങ്കിൽ രേഖി എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ എല്ലാ തലത്തിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മാസങ്ങളിലും ഞാൻ ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്യുന്നതും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ക്ലാസ്സുകളും കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് രേഖിയുടെ ക്ലാസ് കൊടുത്തു തുടങ്ങുകയാണ്. ഫസ്റ്റ് ലെവൽ അറ്റോൺമെൻ്റാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പലർക്കും പരാതിയുണ്ട്, ഞാൻ എന്താണ് കോൺടാക്റ്റ് നമ്പർ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്പറും കൂടെ വച്ചാൽ എല്ലാവരും അത് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് നമ്പർ വയ്ക്കാത്തത്. സോ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മെയിൽ അയച്ചാൽ മതി. അതൊരു ഒഫീഷ്യൽ മെയിൽ ആയിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് എന്നെ അറിയിക്കാനുള്ളത് ആ കാര്യം അതിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്പർ വെക്കുന്ന സമയത്ത് അബ്രോഡിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കോഡ് കൂടെ അതിൽ ഉൾപ്പെടുത്തുക. പലരും മെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ നമ്പർ എന്താണോ അതുമാത്രം തരും. ഞാൻ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയാൽ കിട്ടില്ല. തിരിച്ച് മെയിൽ അയച്ചാൽ അതിന് റിപ്ലൈയും ഉണ്ടാവില്ല. അപ്പം എൻ്റെ സമയം നഷ്ടമാണ് ചെയ്യുന്നത്. സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിന് 6000 റുപ്പീസാണ് കോഴ്സ് ഫീ പറയുന്നത്. അതിൽ ഡയറക്റ്റിനും ഡിസ്റ്റൻസിനും സെയിം എമൗണ്ടാണ് ഫീ വാങ്ങിക്കുന്നത്. സോ അതിലും പലരും എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആവുന്നതിനേക്കാൾ പൈസ കുറവല്ലേ ഡിസ്റ്റൻസിന് വേണ്ടത് എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ദൂരം കൊണ്ടോ, അതായത് എൻ്റെ അടുത്ത് വന്ന് ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ അബ്രോഡിലൊക്കെയുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നേരിട്ട് വന്ന് ഗുരുമുഖത്തു നിന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് മാത്രം അവർക്ക് ഞാൻ നേരിട്ട് കൊടുക്കുന്ന ക്ലാസ്സിലുള്ള ഒരു കണ്ടൻറ്റും മിസ്സാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെയിം എമൗണ്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ദീക്ഷ തരുന്നതിന് ഒരേ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. 14ഓളം ചാപ്റ്റേഴ്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ കൂടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നും എങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത്, ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും. ഒരു ഫുൾ ഡേ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്, ഡയറക്റ്റ് അറ്റോൺമെൻറ്റിന് വരുന്ന ആളുകൾ. ഇനി ഡയറക്റ്റ് അറ്റോൺമെൻറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ നിങ്ങൾക്ക് കണ്ണൂർ വരാൻ പറ്റുമെങ്കിൽ, തലശ്ശേരി വരാൻ പറ്റുവാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ഡയറക്റ്റ് ദീക്ഷ തരുന്നതാണ്. ഡയറക്റ്റ് ദീക്ഷ ഡേറ്റ് ഞാൻ ഇൻഫോം ചെയ്യും. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മെയിലാണ്, ഞാൻ പറഞ്ഞു മെയിൽ അയയ്ക്കുക. മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൾ ചെയ്യുകയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. സോ അത് കൂടാതെ ഓരോ ഡേറ്റും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഡയറക്റ്റ് അറ്റോൺമെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ അവരെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇനി ഡിസ്റ്റൻസ് അറ്റോൺമെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതാണ് പോസിബിളായിട്ടുള്ളതെങ്കിൽ, ഇതേപോലെ തന്നെ 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്കും തരുന്നുണ്ട്. നിങ്ങളെയും മെഡിറ്റേഷനും കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്.
അത് വെറുതെ ഒരു വീഡിയോ അയച്ച് തന്ന് ഇനി പഠിച്ചോ എന്ന് പറയുന്ന പരിപാടിയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ 3 ദിവസം ഓരോ ലെവൽസിൻ്റെയും ക്ലാസ് ഉണ്ടാവും. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ 3 ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്റ്റൻസായിട്ട് അറ്റോൺമെൻറ്റ് തരും. ഓക്കെ, ഡിസ്റ്റൻസ് അറ്റോൺമെൻറ്റ് തരും. ഈ ഡിസ്റ്റൻസ് അറ്റോൺമെൻറ്റ് തന്നു കഴിഞ്ഞ് ബാക്കിയുള്ള 4 ദിവസം നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട്, അതായത് ആ 3 ദിവസങ്ങളിൽ ഫസ്റ്റ് ലെവൽ പഠിച്ച സ്റ്റുഡൻസ് ആരൊക്കെയാണോ അവർക്കൊക്കെ ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ സൂം മീറ്റിങ്ങിൽ ക്ലാസ് ഉണ്ടാവും. അത് ഡയറക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, പ്രാക്ടീസും ചെയ്യിപ്പിക്കുന്നുണ്ട്, മെഡിറ്റേഷനും അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് സൂം മീറ്റിംഗ് തന്നെ വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഒരു അറ്റോൺമെൻറ്റ് എടുത്തു എന്ന് മാത്രമായിപ്പോവും. സോ നിങ്ങളെയും എല്ലാ തലത്തിലും ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റുള്ളവർക്കും ഡിസ്റ്റൻസ് ആയിട്ടുള്ളവർക്കും എല്ലാ ക്ലാസ്സും ഒരുപോലെ തന്നെ ലഭിക്കും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്നില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈക്വലായിട്ടാണ് 2 പേർക്കും തരുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പം 4 ദിവസത്തെ ക്ലാസ്സിൽ പോരാ, കുറച്ചുകൂടെ മനസ്സിലാവണം എന്ന് തോന്നുകയാണെങ്കിൽ വരും ദിവസങ്ങളിലുള്ള, അതായത് ഡിസ്റ്റൻസ് ഹീലിങ്ങിലുള്ള കുട്ടികൾക്ക്, ഡിസ്റ്റൻസായിട്ട് അറ്റോൺമെൻറ്റ് എടുക്കുന്ന സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കുമ്പോൾ എത്ര തവണ വേണമെങ്കിലും എൻ്റെ സൂം മീറ്റിംഗ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്, ഡയറക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിനും പങ്കെടുക്കാവുന്നതാണ്. ഇതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ അതുപോലെ തന്നെ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ 6000 റുപ്പീസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് 14ഓളം ചാപ്റ്റേഴ്സ് മെഡിറ്റേഷനുണ്ട്. അത് കൂടാതെ എൻ്റെ കൂടെ, അതായത് സെൽഫ് ഹീലിംഗ് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഡയറക്റ്റ് ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും എൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതിനോടൊപ്പം സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് 6000 വരുന്നത്. ഇനി ഡയറക്റ്റ് ക്ലാസ് എടുക്കാൻ പറ്റാതെ ഡിസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ അറ്റോൺമെൻറ്റ് എടുക്കുന്നതെങ്കിൽ, എപ്പോഴെങ്കിലും നാട്ടിൽ വരാൻ സാഹചര്യം കിട്ടിയാൽ, അതായത് ഇപ്പം എബ്രോഡിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ കണ്ണൂർ വരാനുള്ളൊരു സാഹചര്യം കിട്ടിയാൽ, അന്ന് ഡയറക്റ്റ് ക്ലാസ് കൊടുക്കുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊരു പോസിബിലിറ്റിയും കൂടി ഇവിടെയുണ്ട്. സോ ഇങ്ങനെയാണ് ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ബാച്ചിൻ്റെ അറ്റോൺമെൻറ്റ് ഞാൻ കാലിക്കറ്റ് വെച്ചാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ റൂം വീട്ടിൽ തന്നെ, അതായത് ദീക്ഷയുടെ റൂം നമ്മൾ സെപ്പറേറ്റ് ആക്കണം. ഞാൻ വീട്ടിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് കണ്ണൂരാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ക്ലാസ് തരുന്നത് കാലിക്കറ്റാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ മാസ്റ്റർ ടീച്ചർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ ആൾ എത്രയോ നാളായിട്ട്, എനിക്ക് തോന്നുന്നു മാസങ്ങളായി, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം പോകുന്നത്, കോഴിക്കോട്. സോ കോഴിക്കോട് ഭാഗത്ത് ഞാൻ വരുന്ന ദിവസം നിങ്ങൾക്ക് ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്കിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആരൊക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് വരാം. അത് മാത്രമല്ല, ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു ഹെൽപ്പ് കൂടെ ചെയ്യുകയാണ്. അത് കാലിക്കറ്റ് മാത്രമല്ല, ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഉണ്ട്. അതായത് മറ്റു ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലോ തേർഡ് ലെവലോ എത്ര ലെവൽസ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി അതിൻ്റെ ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ലെവൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 14 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിളിച്ചാൽ പറഞ്ഞു തരും. സോ അങ്ങനെ ഒരു ക്ലാസ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലുള്ള ക്ലാസ്സിനാണ് താല്പര്യമെങ്കിൽ അവർക്ക് ദീക്ഷ സ്വീകരിക്കാതെ, അതായത് ഓൾറെഡി നിങ്ങൾ ദീക്ഷ എടുത്ത ആൾക്കാരായിരിക്കും, അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത, അതായത് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൂടെ ഞാൻ തരികയാണ്. അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും. കാരണം രാവിലെ തൊട്ടിട്ട് ഉച്ചവരെ അറ്റോൺമെൻറ്റാണ് കൊടുക്കുക. ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്സുകൾ വരുന്നത്. ഈ ക്ലാസ്സിൽ അവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ ഏത് ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചതെന്നുള്ളത് ഞാൻ വിളിച്ച് ചോദിക്കും. ഒരുപാട് കാര്യങ്ങൾ മിസ്സാണ്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഏത് ലെവൽസാണ് അറ്റോൺമെൻറ്റ് എടുത്തതെന്ന് വരെ അവർക്കറിയില്ല. കാരണം ഗ്രൂപ്പ് അറ്റോൺമെൻറ്റൊക്കെ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കേസിന് നിങ്ങൾ നിർബന്ധമായി അറ്റോൺമെൻറ്റ് എടുക്കണം. അതല്ല സെപ്പറേറ്റ് അറ്റോൺമെൻറ്റൊക്കെ കിട്ടിയതാണ്, പക്ഷേ ഇത്രയും ക്ലാസ്സുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാം. വളരെ ചെറിയൊരു പേയ്മെൻറ്റേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ, ആകെ 1000 രൂപ. ആ ക്ലാസ് നിങ്ങൾക്കൊന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഒരിക്കൽ കൂടെ പറയാണ്, എന്നെ എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ മഹാദേവനും ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാം നല്ല രീതിയിലായി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സോ താല്പര്യമുള്ള ആളുകൾ മെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ എടുത്ത് പറയുന്നു, നിങ്ങളുടെ നമ്പർ കൃത്യമായിട്ടൊന്ന് വയ്ക്കുക, പേരും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.